മുന്തിരി. അതെ, ലെറ്റ്സ് വെൽക്കം അടിപൊളി. വീണ്ടും എന്നെ കൊതിപ്പിക്കുക. ആണ്ടെ കളറല്ലേ? എംജിങ്ങളെ ഈ കളർ ആർക്കാ ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടാ. ഞങ്ങളുടെയൊക്കെ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് മാത്രം. എംജിങ്ങൾക്കാണ് ഇഷ്ടം. ലാവെൻഡർ, മോളെ ലാവെൻഡർ എല്ലാവർക്കും ഇഷ്ടാ. എന്നാലും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളർ. ഇവിടെ എം ജി സാറിന്റെ ഒരു കളറായിട്ടാണ്. കാരണം ഇവിടെ ലാവെൻഡർ സോപ്പൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ കാണില്ല അത്. അതെ, ചേട്ടാ എന്റെ കയ്യില് 4 ലാവെൻഡർ പട്ടുസാരി ഉണ്ട്, ഒരെണ്ണം ചേട്ടന് തരാം. പട്ടുസാരിയൊക്കെ കൊടുത്താൽ പട്ടുസാരി ഒക്കെ കൊടുത്ത് ഞാൻ മീശയൊക്കെ ഷേവ് ചെയ്തു. നന്നായിരിക്കും. ആൻസർ കുട്ടി, ഇത് നന്നായിരിക്കും. നീ ഡ്രസ് എവിടുന്ന് വാങ്ങിച്ചത്? ആന്റി പാടിയതിന് സെലക്ട് ഒക്കെ കിട്ടിയില്ലേ, അപ്പൊ 100 കിട്ടിയില്ലേ, അതിനെനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു. 100 വാങ്ങിച്ചാ എത്ര ഗിഫ്റ്റ് ഇനി കിട്ടാൻ പോണു? അതെ അതെ. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? അല്ല, ഇവിടെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ടല്ലോ. അല്ല, അതെവിടെ ഇരിക്കട്ടെ, ആ ആളവിടെ ഇരിക്കട്ടെ, അങ്ങോട്ട് പോവാം. റാഗി എന്ന്. പക്ഷെ അതിനെന്താ ചെയ്യണ്ടേ ഈ 100 വാങ്ങിക്കാൻ? പാട്ട് വേണം. പാട്ട് ചുമ്മാ പാടിയാ പോരല്ലോ. ചുമ്മാ പാടാനല്ല, ഞാൻ മര്യാദക്ക് പാടാനാ. മര്യാദക്കല്ലോ, കൃത്യമായിട്ട് പാടണം. കൃത്യമായിട്ട്, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു തെറ്റും കൂടാതെ പാടിയാൽ 100 കിട്ടും. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിച്ചാലേ വീണ്ടും ഇതുപോലത്തെ ഉടുപ്പുകൾ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? ഇനി അടുത്ത ആള് വന്നു. റാഗിങ് തുടർന്നു. ഈ പുതിയ ഒരാളെ എവിടെ കണ്ടിട്ടില്ല. ഞാൻ പുതിയ ആളൊന്നുമല്ല, പഴയ ആളാണ്. ഈ പുതിയ ആൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ. ഏത് പാട്ട്? ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ, തൊട്ട് നട്ടും ഇഷ്ടമല്ലടാ. അയ്യോ, അങ്കിളിനെ എന്നാ പറഞ്ഞ, ഞാൻ വെറുതെ പാട്ട് പാടിയതാ. ആൺകുട്ടിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണെന്നേ. പിന്നെ ഇഷ്ടമല്ലടാന്ന് പാടിയ എന്താണ്? അതാ പാട്ടിലുള്ളത്. അങ്ങനെ പറഞ്ഞാ പറ്റൂല. ഇപ്പൊ ഞാൻ വേണ്ടി പറയും, ഇഷ്ടമാണടോ എനിക്കിഷ്ടമാണടോ, നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമാണടോ. ബാക്കി പാടും. ഓ, എന്തിനാ? അടിപൊളി, സൂപ്പർ. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഈ പാട്ട് ഒരുമിച്ച് പാടാം. മിനിമാമ നല്ല ഡ്രസ്സൊക്കെ ഇട്ടൊന്ന കണ്ടിനാ. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പറഞ്ഞ കൊച്ച് ഇഷ്ടപ്പെട്ടോ? ഈ മാല, ഈ സാരി, ഈ കളറൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ശരി, ഏത് പാട്ടാ പാടുന്നേ? താലി പീലി കാടുകളിൽ. കാടുകളിൽ തളം തുള്ളി നടന്നപ്പോൾ എന്ത് പറ്റി? തളം തുള്ളി നടന്നപ്പോ ചിങ്ങനിലാവിന് പണ്ടൊരു ചിലമ്പു കിട്ടി, പൊന്നിൻ ചിലമ്പു കിട്ടി. ചിലമ്പ് കിട്ടി. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? അതെ, ആർക്ക് കിട്ടി ചിലമ്പ്? പഠിക്കുമ്പോ ഇതൊക്കെ നോക്കണ്ടേ? എന്റെ ദൈവമേ, ദൈവമല്ലല്ലോ, ഞങ്ങള് മനുഷ്യരല്ലേ ചോദിക്കുന്നത് അല്ലേ? ചിലമ്പ് എന്താണെന്നറിയോ? ചിലമ്പ്, ചിലമ്പ് മീനൂട്ടിക്ക് അറിയോ? ചിലമ്പ് ചിലങ്കയാണ്. ചിലമ്പല്ല, ചിലമ്പ് എന്തായിരിക്കും അത്? ഇതാണ് ചിലമ്പ്. എന്ത് വേള? ഇതാണ് ചിലമ്പ്. ഇതിന്റെ വലിയത് പല പല സൈസ് ഉണ്ട്. ഓ, പിന്നെ എന്റെ പേര് 2 കാലയിലും ഇടുവോ? ഇട്ടിട്ടുണ്ട്. തളാന്നും പറയും. തള, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ചിലമ്പ്. കൃഷ്ണകുമാർ ഇട്ടിരിക്കുക, തളച്ചിട്ടിരിക്കുക. അപ്പൊ മോളെ ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് കെ രാഘവൻ മാഷ്, ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, സിംഗർ പി സുശീലാമ്മ, ആൻഡ് സിനിമയുടെ പേര് റെബേക്ക. എന്റെ ഫ്രണ്ടിന്റെ പേര് റബേക്ക. എന്നിട്ട് എന്റെ സിനിമയുടെ ഇയർ 1963. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? പിന്നെ പോയേന്നേ. All the best. All the best. താങ്ക് യു. All the best. താങ്ക് യു. താലിപ്പിലി കാടുകളിൽ, താലിപ്പിലി കാടുകളിൽ താളം തുള്ളി നടന്നപ്പോൾ ചിങ്ങനിലാവിന് പണ്ടൊരു ചിലമ്പു കിട്ടി, പൊന്നിൻ ചിലമ്പു കിട്ടി. താലിപ്പിലി കാടുകളിൽ താളം തുള്ളി നടന്നപ്പോൾ ചിങ്ങനിലാവിന് പണ്ടൊരു ചിലമ്പു കിട്ടി, പൊന്നിൻ ചിലമ്പു കിട്ടി.
കിട്ടി. കറുത്തവാവിന് രാജകുമാരിയെ കണ്ടവരെല്ലാം ചോദിച്ചു, കണ്ടവരെല്ലാം ചോദിച്ചു. കറുത്തവാവിന് രാജകുമാരിയെ കണ്ടവരെല്ലാം ചോദിച്ചു, കണ്ടവരെല്ലാം ചോദിച്ചു. ചിങ്ങനിലവിൻ തേര് കണ്ടു, ചിലമ്പു കണ്ടു, പൊന്നിൻ ചിലമ്പു കണ്ടു. കളിപ്പിലി കാടുകളിൽ താളം തുള്ളി നടന്നപ്പോൾ ചിങ്ങനിലവിന് പണ്ട് പണ്ടൊരു ചിലമ്പു കിട്ടി, പൊന്നിൻ ചിലമ്പു കിട്ടി. ആൻസർ കുട്ടി എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു. ആ പൊന്നിൻ ചിലമ്പ് കിട്ടി എന്നുള്ള ഇങ്ങനെ കൊഞ്ചി പറയുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. താങ്ക് യു. ആ ടോട്ടലി നല്ല രസമായിരുന്നു. ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കറുത്തവാവിന് രാജകുമാരിയെ ആദ്യത്തെ പ്രാവശ്യം ഇത്തിരി പ്രശ്നമായിരുന്നു, പിന്നെ രണ്ടാമത് അങ്ങ് ശരിയായി. അങ്ങനെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ എന്താണ് മുങ്ങി പൊങ്ങി കളിച്ചു കുടിക്കും. അവിടെയൊക്കെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുട്ടിയല്ലേ, ടോട്ടലി നല്ല രസമുണ്ടായിരുന്നു, അത്രേ പറയുന്നത്. ടോട്ടലായിട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ആന ചന്തം ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഈ പൊന്നിൻ ചിലമ്പ് കിട്ടി ഒരു പൊട്ട് തൊട്ട് പോലെ ഇരുന്നു. നല്ല സുഖമായിരുന്നു. മോൾ ഒതുക്കി പാടിയപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നത്. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം പാടിയിട്ട് പിന്നെ അതിൽ മോള് തന്നെ ലയിച്ചു പോയി. അടുത്ത വരി എടുക്കാൻ മറന്നു ഇല്ലേ? മോള് തന്നെ അത് എൻജോയ് ചെയ്തോണ്ടാണോ മറന്നുപോയത്? അങ്ങനെയൊന്നും അല്ല, പാടിക്കൊണ്ടിരുന്നപ്പോ അങ്ങ് മറന്നുപോയി, അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ ഇവിടെ ഒരു തർക്കം ഉണ്ടായി. എന്തായിരുന്നു? കാരണം ബിന്നി പറഞ്ഞു മോക്ക് 14 വയസ്സായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, 7 വയസ്സേ ഉള്ളൂ, 6 വയസ്സേ ഉള്ളൂ. അങ്ങനെ നോണയൊന്നും പറയില്ലേ. അല്ല പിന്നെ ആന്റി അങ്ങനെ പറയൂടാ? ബിന്നി അപ്പൊ എത്ര വയസ്സായി മോക്ക്? തുറന്നു പറഞ്ഞേക്ക്. 8 years. 8 years. ഞാൻ പറഞ്ഞില്ല 8 വയസ്സാണ്. ഞാൻ പറഞ്ഞു 14 ചേട്ടാ വയസ്സാണ്. കുഞ്ഞിന് 6 വയസ്സ് ആണോ, 6 വയസ്സ് 7 വയസ്സ് എങ്ങാണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞു. ചക്കരെ എനിക്ക് പെരുത്തിഷ്ടായി. താങ്ക് യു. അവിടെ ഇവിടെ പോയത് അതൊക്കെ പോട്ടെ. കാരണം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് രസിക്കാൻ തോന്നുന്ന രീതിയിൽ നിങ്ങളത് പ്രസന്റ് ചെയ്യുമ്പോൾ എന്ത് രസമാ. പൊന്നിൻ ചിലമ്പ് അതൊക്കെ എവറി ടൈം എന്ത് രസമായിരുന്നു. പിന്നെ ആ സ്മോൾ ആക്ഷൻ ഇതൊക്കെ നേരത്തെ ഈ പാട്ട് പഠിക്കുമ്പോൾ വിചാരിച്ചോ ഇങ്ങനെയൊക്കെ കാണിക്കാം? ഇങ്ങനെ ആരാ സ്വന്തമായിട്ട് മോള് തന്നെ ചെയ്താണോ? ഒരൊന്നൊന്നര ആളാണ് കേട്ടോ നമ്മുടെ ആൻസർ കുട്ടി, മിടുക്കി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു താങ്ക് യു. കേട്ടാ. ആൻസർ കുട്ടി ആ സൂപ്പർ, താങ്ക് യു. അടിപൊളിയായിരുന്നു. അങ്കിൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് മോൾ പാടി. താങ്ക് യു. അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടാ. താങ്ക് യു. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുള്ള അതൊന്നും കുഴപ്പമില്ല. മോള് അവിടെ നിന്ന് ചിരിച്ച് ചെറിയ സ്റ്റെപ്പൊക്കെ വെച്ച് കളിച്ചപ്പോ എല്ലാവർക്കും ഇഷ്ടമായി. താങ്ക് യു. ഓക്കെ മോളെ, ഗോഡ് ബ്ലസ്. താങ്ക് യു. എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എന്താ കാണിച്ചേ? അല്ല മോളെ നോക്കിട്ട് എന്തോ കാണിച്ച കുഞ്ഞിനെ കുത്തിയിട്ട് അയ്യേ എന്താണ് ഇത്? എന്താ മോളെ ഇത്? പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചെയ്യുന്നത്? എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഡെയിനുമായിട്ട് എന്തെങ്കിലും അത് പ്രശ്നമുണ്ടോ? ഡൈനങ്ങള് ഇത്തിരി കുറുമ്പനാണ്. കുറുമ്പനാണ്. ആൻസറെ കുട്ടി കുറുമ്പൊന്നുമില്ലല്ലോ. ഇല്ല. കുറുമ്പ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാ ഒറ്റ ഉത്തരേ ഉള്ളൂ, ആൻസർ കുട്ടി. അപ്പൊ മക്കളെ ഇന്ന് ഇറ്റ്സ് 98 out of 100. താങ്ക് യു. അപ്പൊ ആ കൂട്ടുകാരി റബേക്ക ഉണ്ടെന്നല്ലേ പറഞ്ഞു? ആ ആ ആടി ഒരു റബേക്ക പൂക്കുറ്റി.